എല്ലാവർക്കും ടവർ ടോക്സിൽ സ്വാഗതം. സിനിമ കണ്ട് നമ്മുടെ ആടുജീവിതം എന്ന് പറയുന്ന ബ്ലസ്സിയുടെ പൃഥ്വിരാജിന്റെ ആ ഒരു സിനിമ കണ്ട് ഇതാ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നവരെ എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടതെന്ന് പറയുന്ന ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. അപ്പൊ എനിക്ക് ഒരു വേർഡ് ചുമ്മാ കിട്ടിപ്പോയി. അതെങ്ങനെയായിരുന്നു കേട്ടോ. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ ഒരുപക്ഷെ മലയാള സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ അടയാളപ്പെടുത്തുന്നത് ഈ ഒരൊറ്റ സിനിമ കൊണ്ടായിരിക്കും. ആടുജീവിതം എന്ന് പറയുന്ന ഈ ഒരൊറ്റ സിനിമ കൊണ്ട് ഒരു സംശയമില്ല കേട്ടോ. ഈ ഒരു മനുഷ്യൻ 16 വർഷത്തോളം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം മാറ്റിവെച്ചു. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടടക്കം തൻ്റെ ഒരു കാലഘട്ടം മുഴുവൻ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലൊരു വണ്ടർ ക്ലാസിക് നമ്മളെപ്പോലുള്ള സിനിമ ആസ്വാദകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. നോക്കൂ, അതിനൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ബ്ലസ്സി എന്ന് പറയുന്ന ആ ഒരു അതുല്യ സംവിധായകനാണ്. തൻ്റെ മുമ്പിലേക്ക് എത്തുന്ന ഏതൊരു നടനെയും അതിഗംഭീരമായിട്ട് മേക്ക് ചെയ്യുന്ന, അതിഗംഭീരമായിട്ട് അദ്ദേഹത്തിന്റെ ആ കഥയ്ക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് ബ്ലസ്സി എന്ന് പറയുന്നത്. ഒരു രക്ഷയിലിട്ട ഞാൻ ഈ സിനിമയിലേക്ക്, നമ്മുടെ ഈ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഒരു തരത്തിൽ പറഞ്ഞാൽ 3 ആളുകളാണ് അല്ലെങ്കിൽ 3 തരത്തിലുള്ള ആളുകളാണ് ഈ ഒരു സിനിമ കാണുക. ഒന്ന്, സാധാരണ ഒരു പൃഥ്വിരാജിന് സിനിമ കാണാൻ പോകുന്നു എന്ന രീതിയിൽ മാത്രം സിനിമയെ സമീപിക്കുന്ന ആളുകള്. രണ്ടാമത്തെ ആളുകള് ഈ ഒരു കഥ വായിച്ച്, ആടുജീവിതം എന്ന് പറയുന്ന നമ്മുടെ ബെന്യാമിന്റെ ഈ കഥ വായിച്ചിട്ട് എങ്ങനെയാണ് ആ ഒരു കഥ, ആ ഒരു നോവല് ചിത്രീകരിച്ചിരിക്കുന്നത്, സിനിമയിലാക്കിയിരിക്കുന്ന പറയുന്ന ഒരു അപാരമായിട്ടുള്ള എക്സൈറ്റ്മെന്റോട് കൂടി കാണാൻ പോകുന്ന ആൾക്കാര്. മൂന്നാമത്തെ ആളുകള് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു നടനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരാധക കൂട്ടങ്ങള്. 3 പേരെയും കൃത്യമായിട്ടും സ്വാധീനിക്കുകയും നമ്മളൊക്കെ ചില നിമിഷങ്ങളിൽ നിശബ്ദമായി ഇരുന്നു പോവുകയും ഇനി എന്ത് സംഭവിക്കും നമുക്ക് അറിയാമെങ്കിലും ആ സംഭവിക്കുന്നത് എങ്ങനെയായിരിക്കും ആ ഒരു സിനിമയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുക, അവർ ചിത്രീകരിച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്ന ഭയങ്കര എക്സൈറ്റ്മെന്റ് കൂടി മാത്രം ഇരുന്ന് കാണുന്ന ഒരു അതിഗംഭീര ഇന്ത്യനൈസ്ഡ് ഒരു സർവൈവൽ ത്രില്ലർ സിനിമ തന്നെയാണ് നമ്മുടെ ആടുജീവിതം എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ പലപ്പോഴും ഞാൻ ഇങ്ങനെ ഓർത്ത് മനസ്സിലേക്ക് കൊണ്ടുവന്നു പോയി. കാരണം ആദ്യം മുതൽ അവസാനം വരെയുള്ള ആ ഒരു മനുഷ്യന്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ, ഒരിക്കലും ഈ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഈ പൃഥ്വിരാജിന് ഇങ്ങനെ പറയുന്നെങ്കിലും ഒറിജിനലായിട്ട് ഇത് അനുഭവിച്ച നജീബ് എന്ന് പറയുന്ന മനുഷ്യന്റെ അവസ്ഥയെ പറ്റി പല നിമിഷങ്ങളിൽ നമ്മൾ അറിയാതെ കണ്ണു പറഞ്ഞു പോകും. അത്രയും ഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് എങ്ങനെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത് എന്ന് ഒരുപക്ഷെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് ആ ഒരു മെലിഞ്ഞ ശരീരമാണ്. അതൊന്നുമല്ല കേട്ടോ, അതൊന്നല്ല ശരീരത്തിന്റെ മെലിയിലെന്ന് ഒരു നിമിഷത്തില്, ഇന്റർവെല്ലിന് ശേഷമുള്ള ഒരു നിമിഷത്തില് നമ്മുടെ മുമ്പിലേക്ക് അങ്ങോട്ട് റിവീൽ ചെയ്യുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഷോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഷോക്കിംഗ് തന്നെയായിരുന്നു ആ ഒരു സീന്. ആ ഒരു സീന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം അതുവരെ ധരിച്ച ഒരു വസ്ത്രം ഉരിയുന്ന രംഗമുണ്ട്, അത് അഴിച്ചു മറ്റൊരു രംഗമുണ്ട്. ആ നിമിഷത്തില് നമ്മളിങ്ങനെ അന്തം വിട്ട് മൂക്കിലൊക്കെ വിരല് വെച്ച് നോക്കുക എന്ന് പറയുന്ന പോലെ നമ്മള് കണ്ണു തള്ളിപ്പോവും. എന്തൊരു മനുഷ്യനാണ് ഇയാള്. കാരണം അതിന്റെ ബോൾഡ് വേഷം എന്നോട് പറയാം. ഇത്രയും ധൈര്യപൂർവ്വം അങ്ങനത്തെ ഒരു വേഷം എടുക്കാൻ മലയാളത്തിൽ ഇനി ഏത് നടനാ തയ്യാറാവുമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ വേറൊരു നടനും നമ്മുടെ മലയാളത്തിൽ ഇനി ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടൊന്നും കഷ്ടപ്പെടില്ല. ആ കഷ്ടപ്പാടിന്റെ നമ്മുടെ മുമ്പിലേക്ക് വന്ന ഒരുപാട് റെസ്പോൺസിന്റെ, ഒരുപാട് ഇന്റർവ്യൂവിന്റെ, നമുക്ക് ഇന്റർവ്യൂ ഒക്കെ കണ്ട് ബോറടിച്ചായിരുന്നു. എന്താണ് ഈ തള്ളിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കടക്കം തോന്നിയിരുന്നു. കാരണം അതിനേക്കാൾ അതിഗംഭീരമായിട്ടാണ് സിനിമയിൽ മേക്ക് ചെയ്തത്. നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ടത് അതിന്റെ ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകനെയാണ്. അദ്ദേഹത്തിന് മുമ്പിലേക്ക് എത്തുന്ന നടന്മാരെ അദ്ദേഹം പരുവപ്പെടുത്തിയെടുക്കാറുണ്ട്. ഈവൻ മോഹൻലാലിനൊക്കെ അദ്ദേഹം ചെയ്തു വെച്ച വേഷങ്ങളൊക്കെ നമ്മൾ കണ്ടോക്കണം. ഇപ്പോഴാണ് കാണുന്നത്. ഈ ഒരു സിനിമയ്ക്ക് ശേഷമെങ്കിലും മോഹൻലാലില് ചെയ്തു വെച്ച വേഷങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ എവിടെ മോഹൻലാൽ എത്തി നിൽക്കുന്നു, ഇപ്പൊ ഏതൊക്കെ സംവിധായകന് മുമ്പിലാണ് വെറുതെ പോയി നിന്നിട്ട് ഓരോ കോമളിത്തരം കാട്ടിക്കൂട്ടി നമുക്ക് തോന്നിപ്പോവും. അത്രയും ഗംഭീരമായിട്ട് ലാലേട്ടനൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകന് മുമ്പില്. അദ്ദേഹത്തിന് മുമ്പിലാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു നാട് എത്തിപ്പെട്ടത്. അദ്ദേഹത്തിന് ഒരുപാട് കാലം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന സമയത്ത് അറിയാതെ ഒരുപക്ഷെ നമ്മുടെ മാനറിസത്തില്, നമ്മുടെ സംസാര ശൈലിയില്, നമ്മുടെ നടത്തത്തില്, നമ്മുടെ കൈകളിലെ ആക്ഷനുകളില്, ഈവൻ ചുണ്ടുകളിലെ ആക്ഷനുകളില് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ കിട്ടാതാവുന്നത്, വർഷങ്ങളോളം ഒരാളുമായിട്ട് മലയാളം സംസാരിക്കാതിരിക്കുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ മലയാളം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇടർച്ചകളില്, ഭാഷ മറന്നു പോകുന്നതില്, ചില മാനറിസങ്ങളൊക്കെ നമ്മൾ അറിയാതെ മാനസികമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു പോകുന്നത്. പൃഥ്വിരാജ് അതിൽ ചുണ്ടുകൊണ്ടൊക്കെ ഒരു പ്രത്യേക തരത്തിലൊരു കാട്ടിക്കൂട്ടലുണ്ട്.
കാട്ടിക്കൂട്ടലെന്ന് പറയാൻ പറ്റില്ല, ഒരു അഭിനയമുണ്ട്. കണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ഒരു രംഗത്തേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഏകാന്തമായിട്ട് ഏറെക്കാലം എവിടെയെങ്കിലൊക്കെ താമസിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് മാനസികമായിട്ട് അത്തരം ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുകയും അവരറിയാതെ ഏതെങ്കിലും ഒരു മാനറിസം അവരുടെ ശരീരത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നൊക്കെ പറയപ്പെടാറുണ്ട്. ആ ഒരു പറയപ്പെടുക എന്ന് പറയുന്ന സംഭവത്തെ നമ്മുടെ മുമ്പിലേക്ക് അദ്ദേഹത്തിന്റെ ഏകാന്തത അനുഭവിക്കാനുള്ള ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയായിട്ട്, ഈ രക്ഷപ്പെടുക എന്ന് പറയുന്ന പ്രതീക്ഷ ഒട്ടുമില്ല, രക്ഷപ്പെടുക എന്ന് പറയുന്ന അവസ്ഥ ഒട്ടുമില്ല എന്ന് നമ്മുടെ മുമ്പിലേക്ക് കാണിക്കുന്ന ചില രംഗങ്ങൾ. രക്ഷപ്പെടുന്നതിന് അവസാന നിമിഷത്തിൽ ആ മരുഭൂമിയിൽ തനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് സാധിക്കുന്ന അവസാന നിമിഷത്തിൽ ഒന്ന് നിന്ന് താൻ അതുവരെ താമസിച്ച സ്ഥലത്തേക്ക് നോക്കി ആ ഒരു അതുവരെ താമസിച്ച അവിടുത്തെ ഒരു ഭീകരത മനസ്സിലാക്കി തിരിഞ്ഞു നോക്കുന്ന രംഗത്തില് പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യന് മുഖത്ത് വരുന്ന, കണ്ണിൽ വരുന്ന ഒരു സന്തോഷമുണ്ട്. ദ ബെസ്റ്റ്. ഒരു പക്ഷേ ഞാൻ കഴിഞ്ഞ ഒരു ഇതിലൊക്കെ പറഞ്ഞായിരുന്നു, ഒരു അടുത്ത കേരള സ്റ്റേറ്റ് അവാർഡ് മമ്മൂട്ടിക്കായിരിക്കും ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് കിട്ടുക എന്നുള്ളത്. ഞാനത് തേച്ച് മായ്ച്ച് കളയുന്നു കേട്ടോ. ആ ഒരു എൻ്റെ പ്രസ്താവന ഞാൻ അങ്ങോട്ട് എടുത്തു മാറ്റി കളയണം. അല്ല, അടുത്ത സ്റ്റേറ്റ് അവാർഡ് അല്ലെങ്കിൽ അടുത്ത നാഷണൽ അവാർഡ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഈ ഒരു നടനായിരിക്കും. അതിന് ഈ ഒരു സിനിമ കാരണമായിരിക്കും. ആടുജീവിതം എന്ന് പറയുന്ന ഈ ഒരൊറ്റ സിനിമ. ഇനി അതിന്റെ DOPയിലേക്ക് കടക്കാം. ഫോട്ടോഗ്രാഫി, അതിന്റെ സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല കേട്ടോ. ചില രംഗങ്ങളൊക്കെ നമ്മൾ അന്താളിപ്പിച്ച് കളയും. കാരണം മണല് നമുക്ക് പരിചയമില്ലാത്ത പ്രദേശമാണ്. മണലാരണ്യം തീരെ നമുക്ക് പരിചയമില്ലെന്നേ. അപ്പൊ ആ ഒരു പരിചയമില്ലാത്ത ആ പ്രദേശത്തെ ഉണ്ടാവുന്ന ചില മാറ്റങ്ങള്, അവിടുത്തെ ചില മൃഗങ്ങള്, പാമ്പുകള്, മണലിൽ തന്നെ സംഭവിക്കുന്ന ചില പ്രതിഭാസങ്ങള്, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കാണിക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോവുക എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എനിക്കതിൽ കൂടുതൽ വേദനിപ്പിച്ചൊരു സംഭവം, നജീബിനൊപ്പം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു പയ്യനുണ്ട്. കഥ വായിച്ചവർക്ക് കൃത്യമായിട്ട് അറിയാം. അവന് പകുതിക്ക് ഒരിടത്ത് മരിച്ചു പോകുന്നുണ്ട്. അവരുടെ ആളുകൾ എവിടെയാണ്? മലയാളിയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവരെവിടെയാണ്? എന്താണ് അവരുടെ അവസ്ഥ? അവർ ഈ സിനിമ കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു സിനിമ അവരൊക്കെ കാണുന്നുണ്ടായിരിക്കുക എന്നൊക്കെ ഞാൻ ആ ഒരു നിമിഷത്തിൽ, ഒരുപക്ഷെ ഒരു സാധാരണ കാഴ്ചക്കാരൻ എന്ന നിലയ്ക്കൊക്കെ എനിക്ക് അതൊക്കെ മനസ്സിലാക്കി വന്നു. അവരെങ്ങനെയായിരിക്കും സിനിമ കാണാം. ഈവൻ ഒറിജിനൽ നജീബ് തന്നെ ഈ ഒരു സിനിമ എങ്ങനെ കണ്ടു തീർക്കും എന്ന് എനിക്കൊരു പിടുത്തവുമില്ല. അത്രയ്ക്ക് ഗംഭീരം. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബ്ലസ്സിയുടെ പൃഥ്വിരാജിന്റെ കരിയറിൽ ഇനിയൊരു സിനിമ വേണ്ട. ഈ ഒരു സിനിമയോട് കൂടി പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ അഭിനയം എന്ന് പറയുന്ന ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. എന്നാലും അദ്ദേഹത്തിന്റെ കാലങ്ങളോളം, നല്ല സിനിമ ഉള്ളിടത്തോളം കാലം, ഇന്ത്യൻ സിനിമ ഉള്ളിടത്തോളം കാലം പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യനെ ഓർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഏക സിനിമയായിട്ട് ഈ ആടുജീവിതം എന്ന് പറയുന്ന ഈ ഒരൊറ്റ സിനിമ മാറ്റപ്പെടും, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടും. അത്രയും ഗംഭീരമായിട്ടാണ് പൃഥ്വിരാജ് അഭിനയിച്ച് തീർത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഏറെക്കാലം രായപ്പ് എന്നൊക്കെ പല വിളികളൊക്കെ കേട്ട് ആക്ഷേപിച്ചിരുന്ന ആളുകളൊക്കെ ഈ അഭിനയത്തിന് ശേഷം കൈകൂപ്പും. പൃഥ്വിരാജ് എന്ന മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് ഇനിയെങ്കിലും ഒരല്പം അഭിമാനം തോന്നിപ്പോകും. ഇയാൾ ചില്ലറക്കാരനല്ല കേട്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരവസ്ഥയിലേക്കാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യൻ അഭിനയിച്ചിട്ടുള്ളത്. താങ്ക് യു പൃഥ്വിരാജ്, താങ്ക് യു ബ്ലസ്സി. ഇത്രയ്ക്ക് അതിഗംഭീരമായിട്ടൊരു സിനിമ എന്നെപ്പോലുള്ള അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള കാഴ്ചക്കാർക്ക്, സിനിമ ആസ്വാദകർക്ക് തന്നതിന് ഏറ്റവും നന്ദി പറയേണ്ടത് ഒരുപക്ഷെ ബ്ലസ്സിയോടായിരിക്കും. അതിനുശേഷം ഒരുപക്ഷെ പൃഥ്വിരാജ് വേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പൃഥ്വിരാജിനോട് കൂടി ആ ഒരു അഭിനയത്തെ നമ്മൾക്ക് കൈയടിച്ച് നോക്കൂ. ദ ബെസ്റ്റ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അവസാനിപ്പിച്ചോളൂ, പോകൂ, സിനിമ കാണൂ. ബൈ.